ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 2.5 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കനെ ഇനി നന്നായിട്ട് അതിനൊന്ന് കഴുകിയെടുക്കണം. ചിക്കനെല്ലാനും നമുക്ക് കഴുകാനായിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി അതിലെ ബ്ലഡിൻ്റെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. ഓരോ പീസ് നമുക്കിങ്ങനെ കഴുകിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ചിക്കനും നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിനെ വെള്ളം ഒന്ന് വാർന്നു പോകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിന് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. അടുത്തതായിട്ട് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ഒരു 4-5 തണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 4-5 തണ്ട് വേപ്പില കുറച്ച് കൂടുതലെടുത്താലും വളരെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 4-5 തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നല്ല പച്ചമുളക്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 പച്ചമുളക് നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് എണ്ണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എണ്ണം അതിൻ്റെ കൂട്ടാം കേട്ടോ. ഇവിടെ ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ 4-5 വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതിനെ കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചേർക്കുന്നത് സവോളയായിരിക്കും. പക്ഷേ ഇവിടെ സവോളയല്ല ചേർക്കുന്നത്, പകരം ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും അതുപോലെ മല്ലിയിലയും ഒക്കെ കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിലെ എണ്ണം നമുക്ക് കൂട്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് എല്ലാതും ഒരുമിച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ചേർക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അതായത് നമ്മൾ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. വറ്റൽമുളക് തനിയെ ഇട്ടാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളക് മുഴുവനായിട്ട് ചേർത്താലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകവും അതുപോലെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ കുരുമുളക് ക്രഷ് ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. അപ്പോൾ നമ്മളെല്ലാതും കൂടെ ചേർത്ത് നല്ലൊരു തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ടും ചിക്കനിൽ പുരട്ടാനുള്ള മസാല. അപ്പോൾ ഒന്നും കൂടെ പറയാം: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില, മല്ലിയില, അതുപോലെ ചില്ലി ഫ്ലേക്സ്, കുരുമുളക്, പെരിഞ്ജീരകം. ഇനി നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ചിക്കൻ നമ്മൾ നേരത്തെ വെള്ളം വാർന്നു പോകാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മസാലക്കൂട്ടുകളും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ ചിക്കൻ പീസിലേക്കും ഈ മസാലകൾ പിടിക്കാനുള്ള രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. അപ്പോൾ 2 ലെഗ് പീസ് ഉണ്ട്. ആ 2 ലെഗ് പീസിനെയും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്, മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് ഒരു ചെറുനാരങ്ങയാണ്. അപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങ ഫുള്ളായിട്ട്, ഒരു ചെറുനാരങ്ങ മുഴുവനും. നമ്മളിവിടെ 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ അളവ് കുറവിനനുസരിച്ച് നമുക്കതിനനുസരിച്ച് മസാലകളുടെയും എണ്ണം, അതിലെടുക്കുന്ന സ്പൈസസും അതേപോലെയൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഇവിടെ 2.5 കിലോ ആണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറുനാരങ്ങ അങ്ങനെ തന്നെ കുരു മാറ്റിയിട്ട് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ടേനെ നമ്മൾ
പൊട്ടിച്ച് ഈ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മസാലയും ചിക്കൻ്റെയും കൂടി വന്നിട്ട് നന്നായിട്ട് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് അതിലേക്ക് 1 ടീസ്പൂണോളം കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ആ കോൺഫ്ലവറും പിന്നെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ആ കോഴിമുട്ടയും കൂടിയിട്ട് നന്നായിട്ട് ആ ചിക്കൻ പീസിലൊക്കെ നന്നായിട്ട് പുരട്ടുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിക്കനിലെ എല്ലാ പീസിലും നന്നായിട്ട് പിടിക്കാനായിട്ട് ഇത് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ എല്ലാ സ്പൈസസും കൂടെ മിക്സ് ചെയ്ത ചിക്കൻ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു ഓവർനൈറ്റ് ആണെങ്കിൽ പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഞാനൊരു 2 hours വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചു, മൂടി വെച്ചു. അതിന് ശേഷം ഇപ്പോൾ എടുത്തിട്ട് ഇനി അതിനെ നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അതിലെ എല്ലാ സ്പൈസസും അതുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡായിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം 2-2.5 മണിക്കൂറോളമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത്. ശേഷം നമ്മളെടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാ ചിക്കൻ്റെ ഒരു സൈഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതിനെ മറിച്ചിട്ടിട്ട് അതിൻ്റെ നെക്സ്റ്റ് സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ചിക്കന് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് എല്ലാ സൈഡും നന്നായിട്ട് കുക്കാവുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള എല്ലാ ചിക്കനെയും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒരേപോലെ ഉണ്ടാക്കാതെ നമുക്ക് വെറൈറ്റി ആയിട്ട് പല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ചിക്കൻ ഫ്രൈ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും വീട്ടിൽ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് നമ്മളെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.